ഇനി ഈ നാടിൻ്റെ മനോഹരമായ ചില കാഴ്ചകളിലേക്ക് ഞാൻ പ്രേക്ഷകരെ കൂട്ടുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു വാർത്തയാണ് ഈ കൊല്ലത്ത് ഈ കൊറ്റൻകുളങ്ങര എന്ന് പറയുന്നൊരു ദേവീക്ഷേത്രമുണ്ട്. അവിടുത്തെ ഏറ്റവും വലിയ വിശേഷമെന്ന് പറയുന്നത് പുരുഷന്മാർ സ്ത്രീവേഷത്തിലെത്തി ചമയവിളക്കേന്തുന്ന കാഴ്ചയാണ്. ആ ഉത്സവമാണ് അവിടുത്തെ ഏറ്റവും മനോഹരമായ ഉത്സവം എന്ന് പറയുന്നത്. ഭയങ്കര രസകരമാണ്. അപ്പോൾ ആ ചമയവിളക്കിൻ്റെ കാഴ്ചയിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടുന്നത്. പുരുഷാംഗനമാർ ചമയവിളക്കേന്തി ദിവ്യ സൗന്ദര്യം ആസ്വദിച്ച് സ്ത്രീ വിശ്വാസികൾ. അഭീഷ്ടകാര്യസിദ്ധിക്കായി ഇക്കുറിയും നിരവധി യുവാക്കൾ കൊല്ലം കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രത്തിൽ ചമയവിളക്കെടുത്തു. പുരുഷാംഗനമാരുടെ കരിമിഴികളിൽ തിളക്കം. ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി അവർ ചമയവിളക്കേന്തി സ്ത്രൈണതയെ ആവാഹിച്ചും ചിലർ പൗരുഷം വെടിയാതെയും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ക്ഷേത്രത്തെ വലം വെച്ചു. പ്രാർത്ഥിച്ച് ഫലം കിട്ടിയവരും അത് പ്രതീക്ഷിക്കുന്നവരും ചമയവിളക്കെടുത്തു. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വിളക്കെടുക്കുക. രണ്ടാമത്തെ വട്ടം അപ്പൊ ഇങ്ങോട്ട് പറയും വിളക്കിന് സമയമായോന്ന് ഇങ്ങോട്ട് തിരക്കും. അങ്ങനെ ഇപ്രാവശ്യം ഇങ്ങോട്ട് തിരക്കിയതാ, അങ്ങനെ വിളക്കെടുപ്പിച്ചത്. ഇവിടെ ദേവിയെ പ്രാർത്ഥിച്ചിട്ട് അന്നോട്ടേ വിളക്കെടുക്കും. ആദ്യ വർഷം 19 ആയതുകൊണ്ട് 2019 കൊറോണ, അത് ആ ഒരു വർഷമല്ല എടുക്കാത്ത. ബാക്കി 5 വയസ്സായി അതുവരെ എടുത്തോണ്ടിരിക്കുക. അമ്മമാർ അവരുടെ ആൺകുരുന്നുകളെ പെൺകൺമണികളാക്കി ചമയവിളക്കെടുപ്പിച്ചു. അതേസമയം പുരുഷാംഗനമാരുടെ സൗന്ദര്യത്തിൽ മതിമറന്ന് അസൂയയോടെ നിന്നവരെയും കണ്ടു. അവരുടെ സൈനത കണ്ട് ഞങ്ങൾക്ക് തന്നെ തോന്നുന്നു, അയ്യോ നല്ല രീതിയിൽ ഒരുങ്ങിയ ഓരോരുത്തരും വരുന്നത്, ഒന്നിനൊന്നിനും മെച്ചമായിട്ട്. അല്ല, ഞാൻ പറഞ്ഞോണ്ട് വരുമായിരുന്നു, എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അയാളിങ്ങനെ വിളക്കെടുത്തോണ്ട് വരുന്നത് എന്നൊക്കെ. അസൂയ കറക്റ്റ്. ഇനി എന്തൊക്കെയാണെങ്കിലും പെണ്ണോളം വരില്ല ഒരിക്കലും പുരുഷാംഗനമാർ. കേരളത്തിൽ നല്ല, ഇന്ത്യയിൽ തന്നെ വളരെ അപൂർവമായിട്ടുള്ളൊരു അനുഷ്ഠാനമാണ് ഈ കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രത്തിലെ അതെ പുരുഷാംഗന എന്ന് പറഞ്ഞാൽ. കാരണം വേറൊരു പരകായ പ്രവേശം നടത്തുന്നൊരു പരിപാടിയാണ്. നേർച്ചയാണെന്നുണ്ടെങ്കിൽ പോലും അത് മനസ്സിൽ അതൊരു ആക്ടർ വേറൊരു തരം ഒരു ആക്ടിങ് പ്രോസസ്സാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ട ഒരു 3 കാര്യങ്ങൾ. അപ്പോൾ 3 കാര്യങ്ങളും എനിക്ക് സാധിച്ചു തന്നു ദേവി. 3 കാര്യം ഈ 3 വർഷത്തിനുള്ളിലാണ്. ഞാൻ 3 വർഷമായിട്ട് എടുക്കുന്നുള്ളൂ. ഈ 3 വർഷത്തിനുള്ളിൽ എനിക്ക് 3 കാര്യങ്ങളും ദേവി സാധിച്ചു തന്നു. അപ്പം ഇത് 3ാമത്തെ വർഷമല്ല, ഈ വർഷം കൂടെ ഉള്ളു. ഈ വർഷം ഞാൻ വേറെ 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതും സാധിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് അടുത്ത വർഷവും എടുക്കും ഞാൻ. അപ്പോൾ ഇത് ഒരു വിശ്വാസമാണ്. വിശ്വാസത്തിന് ഓരോന്നല്ല, വിശ്വാസത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി ആചാര അനുഷ്ഠാനങ്ങൾക്ക് ഒപ്പം തന്നെ ഓരോ പുരുഷനും സ്ത്രീകളെ ആദരിക്കുന്നതിൻ്റെ കൂടി സൂചകങ്ങളും കാഴ്ചകളുമാണ് നമ്മൾ ഈ കാണുന്ന ഈ കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രത്തിലെ പുരുഷാംഗനമാരുടെ ചമയവിളക്ക്. ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.